ഹലോ. നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർടണിൽ ജംസ്റ്റോൺ ബീച്ചിലേക്കാണ്. അതായത് ഇൻവർകാർഗിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 34 മിനിറ്റ്സ് ഉണ്ട് റിവർടണിലേക്ക്. എന്നിട്ട് റിവർടണിൽ നിന്ന് ഒരു 21 മിനിറ്റ്സ് ഉണ്ടാവും ഈ ജംസ്റ്റോൺ ബീച്ചിലേക്ക്. അതായത് അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന്, അതായത് ഇൻവർകാർഗിൽ നിന്ന് ഒരു 1 അവർ, അറൗണ്ട് 1 അവർ ഉണ്ടാവും ഈ ജംസ്റ്റോൺ ബീച്ചിലേക്ക് പോകാനായിട്ട്. ഈ ജംസ്റ്റോൺ ബീച്ചാന്ന് തോന്നുന്നു ഏറ്റവും അറ്റത്ത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, കാരണം അതുവരെ ഞാൻ പോയിട്ടുള്ളൂ. പക്ഷേ ജംസ്റ്റോൺ ബീച്ച് എത്തുന്നതിന് മുന്നേ ഇതേപോലെ ഓരോ സൈഡിൽ ഇങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. മങ്കി ഐലൻഡോ അങ്ങനെ, ഞാൻ ഇവിടെ മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഇതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൽ അങ്ങനെ പോയത്. ഞാനും അലഞ്ചേട്ടനും അങ്കിത ചേച്ചിയും അജു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടില്ല. അതായത് നമുക്ക് മനസ്സിലാവും അവിടെ സ്റ്റോൺസുകളുടെ ഒരു കളിയായിരിക്കും. ശരിയാണ്, അവിടെ ഫേമസ് ആയിട്ടുള്ള കളർഫുൾ സ്റ്റോൺസ് എല്ലാം കാണും കേട്ടോ. ഇതെങ്ങനെ തീരത്തേക്ക് അടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ടുള്ള തിരകളും കാലാവസ്ഥയൊക്കെ ഉള്ള സമയത്ത് മണ്ണിനെ മാറ്റിമറിച്ച് ഓരോ തവണയും ഈ പുതിയ സ്റ്റോൺസ് കൊണ്ടുവരും. അങ്ങനെയാണ് ഈ തീരത്തേക്ക് കുറേ നല്ല നല്ല സ്റ്റോൺസ് എല്ലാം അടിഞ്ഞുകൂടിയിട്ടുള്ളത്. ഒരുപാട് പേര് വന്ന് ഡിഫറെൻറ്റ് സ്റ്റോൺസ് എല്ലാം കളക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങളും കുറച്ചൊക്കെ എന്താ പറയുക കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല. ദുർഘടമായ വഴികളിലൂടെ ഹയസ്റ്റ് റിസ്കി പോയിന്റ്, റിസ്കി ഷോട്ട്സുകളാണ്. അത് ഞാനൊരു വഴി പറഞ്ഞതായിരുന്നു. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഈ ജംസ്റ്റോൺ ബീച്ചിൻ്റെ പിന്നിലുള്ള ഒരു ചെറിയ കഥയൊന്ന് കേട്ടാലോ. ഇന്നങ്ങോട്ട് തുടങ്ങുക കേട്ടോ. നമ്മുടെ സൗത്ത് ലൻഡിൽ പണ്ട് അരോഹ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ അരോഹയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് എന്നാണ്. അതുപോലെ തന്നെ താമ എന്ന പേരുള്ളൊരു പോരാളി അല്ലെങ്കിൽ ഒരു വാരിയറും ഉണ്ടായിരുന്നു. കടൽ തീരത്ത് വെച്ചിട്ടാണ് അവർ പരസ്പരം കണ്ടുമുട്ടിയത്. അങ്ങനെ അവരുടെ പ്രണയം എന്താ പറയുക വലുതായി തുടങ്ങി. ഇവർ രണ്ടുപേരും വേറെ വേറെ ട്രൈബിൽ നിന്നായതുകൊണ്ട് തന്നെ ഇവരുടെ ട്രൈബുകാർ ഇവരുടെ പ്രണയത്തിനെ എതിർത്തു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു എന്താ പറയുക നല്ല കാറ്റും മഴയൊക്കെ ഉള്ളൊരു ദിവസം രാത്രി താമ കടലിലേക്ക് പോയി. അപ്പം പോകുന്ന സമയത്ത് അരോഹയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു. അതായത് ഇവിടെ എല്ലാം സമാധാനത്തിലാവുമ്പോൾ താമ തിരിച്ചു വരാം എന്നുള്ളത്. പക്ഷേ എല്ലാ ദിവസവും താമയ്ക്ക് വേണ്ടി അരോഹ കടൽ തീരത്ത് പോയി കാത്തിരിക്കുമായിരുന്നു. ഭയങ്കര വിഷമത്തിലായിരുന്നു. കാരണം ദിവസങ്ങൾ കഴിഞ്ഞു പോയി, മാസങ്ങൾ കഴിഞ്ഞു പോയി, വർഷങ്ങളും കഴിഞ്ഞു പോയി, താമ ഇതുവരെ തിരിച്ചു വന്നില്ല. അപ്പോൾ അവൾ എപ്പോഴും എന്താ പറയുക ഭയങ്കര സങ്കടത്തിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ കരഞ്ഞിട്ട് ഇവളുടെ കണ്ണുനീര് തിരകളിലേക്ക് വീണു. അപ്പോൾ കടലിൻ്റെ ദൈവം അവളുടെ ആ സങ്കടങ്ങളെല്ലാം മാറ്റായി ആ കണ്ണുനീരിനെ കുറേ നല്ല തിളക്കമുള്ള കല്ലുകളാക്കി മാറ്റി. അങ്ങനെ ഓരോ കല്ലിനും അർത്ഥങ്ങളും ഉണ്ട് കേട്ടോ. അതായത് റെഡ് കളറുള്ള സ്റ്റോൺസിനെ അവളുടെ ലവിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അതുപോലെ ബ്ലൂ കളറാണെങ്കിൽ അവളുടെ സങ്കടം, ഗോൾഡ് കളറാണെങ്കിൽ അവളുടെ പ്രതീക്ഷ. ഇങ്ങനെ ഈ 3 കളറുകൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. അരോഹയുടെ ഓരോ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസാണ്. ഈ കടലിൽ ഓരോ തിരകൾ വരുമ്പോൾ ആ കല്ലുകളെ കടൽ തീരത്തേക്ക് അടുപ്പിച്ചു. അത് അവളുടെ സഫലമാവാത്ത അല്ലെങ്കിൽ അൺഫുൾഫിൽ ലവിന് റിമൈൻഡർ ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത് അവിടെ കടൽ തീരത്ത്. അപ്പോൾ നമ്മളിന്ന് ഓരോരുത്തരും കാണുന്ന ഓരോ സ്റ്റോം കഴിഞ്ഞ് കാണുന്ന കല്ലുകളെല്ലാം അരോഹയുടെ കണ്ണുനീരുകളായിട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പം അതാണ് ആ ഒരു കുഞ്ഞ് സ്റ്റോറി, ഒരു ലവ് സ്റ്റോറി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നല്ല രീതിയിൽ എൻജോയ് എല്ലാം ചെയ്ത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നന്നായിട്ട് വിശന്നു. കാരണം ഞങ്ങൾ ഇത്രയും ദൂരം ഉണ്ടെന്നൊന്നും വിചാരിച്ചില്ല. അങ്ങനെ ഒരു കഫേയിൽ കയറി അവിടെ കയറിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ കഴിക്കാൻ പറ്റുന്ന അങ്ങനെയൊന്നും ഇല്ല. ഒരു ബാർ കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു കഫേ ആയിരുന്നു. പക്ഷെ വേറെ നിവൃത്തിയില്ല. കാരണം ഈ പോകുന്ന വഴിക്കൊന്നും അധികം ഷോപ്സോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഈ നാട്ടിലത്തെ പോലെ. അപ്പോൾ ചെറിയ സംഭവങ്ങളൊക്കെ വാങ്ങി അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന്
ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ജെം സ്റ്റോൺ ബീച്ചിലൊക്കെ പോയതിൻ്റെ. അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും ഇതുപോലത്തെ കുറേ വീഡിയോസൊക്കെ കാണാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.